ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സിമ്പിൾ ഒരു മുളക് വിഷയം കേട്ടോ. ചേന കായ് വെച്ചിട്ട് വളരെ സിമ്പിള്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ചേന മുറിച്ചെടുക്കട്ടെ. വേവുമാവോ കണ്ടറിയാം. കുഴപ്പമില്ല. മറ്റേ ഇത് കൊള്ളുന്ന വേണ്ടി ചേന നോക്കിത്തരും, ഞാൻ കായ് നോക്കാം. നമുക്ക് ചേന നോക്കി ശരിയാവില്ലല്ലേ, കൈ ചൊറിയും. പഴുത്താ പഴമായോ? ഒന്നും എടുത്തില്ലെങ്കിൽ ആയേനെ. വളരെ സിമ്പിളായ ഒരു കറിയാണ് മുളക് വിഷയം. കഷ്ണങ്ങൾ കുറച്ച് വലുതാക്കി നോക്കണം കേട്ടോ. നമുക്ക് മുളക് വിഷയം വെക്കുക. കുറച്ച് പരിപ്പ്, തുവരപ്പരിപ്പ് കഴുകിയതാണ് കേട്ടോ, ഒരു അര ഗ്ലാസ് ഉണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക്, ഇത് വലുതാണ് കേട്ടോ. ഒരു കഷ്ണം ചേന, ഒരു കായ്. ഇത് വാഴയ്ക്ക് ഇട്ടിട്ടും വെക്കാം കേട്ടോ. വാഴയ്ക്കും കായും വ്യത്യാസം ഉണ്ടല്ലോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. രണ്ട് വിസിൽ വരട്ടെ. നമുക്ക് കഷ്ണം എന്താ നോക്കാം. ചേനയൊക്കെ കറക്റ്റായിട്ട് വെന്തുട്ടാ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഉടച്ചു കൊടുത്തു. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷ് കറിവേപ്പില കേട്ടോ. ഓഫാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല പച്ച വെളിച്ചെണ്ണ. ഇതാണ് നമ്മുടെ കായും ചേനയും പരിപ്പും കൂടിയിട്ടുള്ള മുളക് വിഷയം. സൂപ്പർ ടേസ്റ്റാണ് കായ. എന്താ പാലക്കാട് സ്പെഷ്യൽ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സൂപ്പറായില്ലേ. കുറച്ച് മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ. ഉപ്പേരി വയ്ക്കാം. ഉപ്പേരിയാണ് ചോദിച്ചാൽ ഒരു കുഴമ്പ് രൂപത്തിൽ ഒരു കറി. ഒരു 5-6 മുരിങ്ങക്കായ ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി വേകട്ടെ. മുരിങ്ങക്കായ് വെന്തു കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ മുരിങ്ങക്കായ് പാത്രത്തിലേക്ക് മാറ്റി, വേറെ പാത്രത്തിലേക്ക്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്,
5-6 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു 2 സവാള പൊടിയാണ് വരുന്നത്. സവാള ഒന്ന് വാടി വരട്ടെ. സവാള വാടി വന്നു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്. ഇതിലേക്ക് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി. തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി വഴണ്ട് വന്നു. നമ്മുടെ വേവിച്ച് വെച്ച് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കട്ടോ. നമ്മുടെ മുരിങ്ങക്കായ് കറി റെഡിയായിട്ടാ. കറിയാണോ കുഴമ്പ് കൊണ്ടത് കണ്ടാ, നല്ല ഗ്രേവിയോടെ കൂടിയെടുത്താ നല്ല എരിവുള്ള മുരിങ്ങക്കായ്. ഏട്ടന് ചോറാക്കണം കേട്ടോ. ഇന്ന് പണിയുണ്ട് ഏട്ടന്. 2 മുളക്, കറിവേപ്പില, ചൂട്, മുരിങ്ങക്കായ് കറി. ചൂട്. പിന്നെ നമ്മുടെ മുളകീശ സൂപ്പർ ടേസ്റ്റാണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. ഒട്ടും മസാല ഇല്ലാത്തത്. അച്ചാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഏട്ടൻ നടക്കാൻ പോകുമ്പോൾ കുറേശ്ശെ മുല്ലപ്പൊട്ട് കൊണ്ടുവരും കേട്ടാ. വേണ്ട 3 ദിവസം കിട്ടി. ഒരു ദിവസം ഉണ്ണി വെച്ചു, ഒരു ദിവസം ഞാൻ വെച്ചുകൊണ്ടാ. ഇതാ കുറച്ചുണ്ട്. ഞാനത് കെട്ടുകയാണ്. രാവിലെ കൊടുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സീസണല്ലേ. അമ്മ വെച്ചാൽ ഞാൻ കെട്ടിയതാ. ഇന്നലെ ഉണ്ണി കെട്ടി തന്നാണ് കേട്ടോ. സൂചിയും കൊണ്ട് കോർത്തതാണ് അവൾ. എനിക്ക് കെട്ടാറിയില്ല. കിട്ടുക നല്ല മണമാണ് ഇത് രാത്രി. പേന് വരും. ഇത് കിട്ടുമ്പോൾ കളയാൻ തോന്നുന്നില്ല. അപ്പോൾ വെറുതെ കെട്ടിയിട്ട് തലയിൽ വയ്ക്കുക. വേണം പറയുമ്പോൾ കിട്ടില്ല വിഷുവിനൊന്നും. പക്ഷെ എത്ര മുല്ലപ്പൂ സീസണായാലും ടൗണിൽ ഒരേ വിലയാണ് കേട്ടോ. എന്നും ഒരേ വിലയാണ്. കെട്ടാൻ അറിയൊന്നുമില്ല. സാധാരണ കെട്ടുന്ന പോലെ. മുല്ലപ്പൂ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമാണ് ഒരുപാട്. നാലെണ്ണം വെച്ചിട്ടാണ് കിട്ടുന്നത്. തികയോ? നീളത്തിൽ കെട്ട്. നല്ല നീളം പറ്റേ. എല്ലാം മുട്ടും കൊണ്ടാണ് വെട്ടാൻ പറ്റും. ഒരെണ്ണ വഴിയാണെങ്കിൽ ഒരെണ്ണം അപ്പുറത്തെ കിലോമീറ്റർ വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് പേര് വരും മുഴന്ന്. ഞാനത് കെട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.